നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൊടുകുറിയാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ നമ്പർ 3333 ആകുന്നു. രണ്ടാമത്തെ നമ്പർ 7777 ആണ്. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നമ്പറായ 3333 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം തളർത്തുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എപ്രകാരം ഈ കാര്യങ്ങൾ സംഭവിക്കും, ഇതേക്കുറിച്ച് വിശദമായി തന്നെ പലപ്പോഴും നിങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു ചില ചിന്തകളായോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതിന് അധികം കാലതാമസമില്ല എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ അനുഭവിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ പരിഹാരം ലഭിക്കും എന്നല്ല പറയുന്നത്. അതിൽ ചില കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എപ്രകാരം പരിഹരിച്ച് മുന്നോട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും സംഭവിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ചില തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ തെറ്റായ ചിന്തകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. നെഗറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും തട്ടിത്തെറിച്ച് പോകുവാൻ അത് കാരണമായി തീരും. ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. എന്നാൽ കണ്ണടച്ച് അത്തരം തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. അതേക്കുറിച്ച് ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. ഒപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ സുഹൃത്തായ ചില വ്യക്തികളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ചില കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് വരാം. അല്ലെങ്കിൽ ഒപ്പം നിന്ന് ചതിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ നിമിഷങ്ങളും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ തന്നെ ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുവാൻ നിങ്ങൾ വളരെയധികം ശ്രമിച്ച് ആ ശ്രമം വിജയത്തിലെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഏവരെയും അത്തരത്തിൽ കാണണം എന്നല്ല പറയുന്നത്. ചില വ്യക്തികൾ അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഭാവി ജീവിതത്തിന് ശുഭകരം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇപ്പോൾ സാമ്പത്തികപരമായും അല്ലാതെയും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. എന്നാൽ ആ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരേണ്ടതാകുന്നു. കാരണം ഇന്ന് നിങ്ങളെ തള്ളി പറഞ്ഞവർ നാളെ നിങ്ങളെ പുകഴ്ത്തുന്നതായ സമയം വന്നു ചേരും എന്ന് മനസ്സിലാക്കുക. കാലം മാറുക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും എപ്രകാരം രക്ഷപ്പെടാം എന്ന് മനസ്സുരുകി ചിന്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വഴി തെളിയുക തന്നെ ചെയ്യും. ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങളാൽ വന്നു ചേരാത്തതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളിൽ നിന്നും ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്.
ധനപരമായ ക്ലേശങ്ങളിൽ നിന്നും അല്പം മുക്തി അല്ലെങ്കിൽ അല്പം അയവ് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ഉന്നതരായ വ്യക്തികളെ കണ്ടുമുട്ടുവാനും അവരുമായി ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിർത്തുവാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാം. എന്നാൽ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം അത് നിങ്ങളുടെ തെറ്റായ രീതിയിലുള്ള ചിന്താഗതി തന്നെയാണ്. ചില കാര്യങ്ങൾ നടക്കില്ല എന്ന ചിന്താഗതി മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ പരിശ്രമിച്ചാൽ നേടാൻ സാധിക്കുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ പരിശ്രമിച്ച് നേടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ മുൻപ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചതി, തിരിച്ചടികൾ എന്നിവ വന്നു ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുവാൻ നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. അത്തരം ചിന്തകൾ തെറ്റാണ് എന്ന് വിചാരിക്കാതെ അതേക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അഥവാ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറായ 7777 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശുഭകരമായ ചില പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്. ആ കാര്യം ജീവിതത്തിൽ നടക്കും, ആ കാര്യം അനുകൂലമാകും. അത്തരത്തിൽ പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ചിന്തകൾ തെറ്റായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സമയമാണ് വന്നു ചേരുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ അത് ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. അല്പം കാലതാമസമോ അല്ലെങ്കിൽ അല്പം ദിവസം കാത്തിരിക്കേണ്ടതായോ വരാം. അതിനാൽ ഒരിക്കലും മനസ്സ് മടുക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളുടെയും മൂല്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതായ സമയമാകുന്നു. അതിനാൽ അത്തരം തിരിച്ചറിവ് അത് നിങ്ങൾക്ക് ശുഭകരമാണ് അഥവാ ഗുണകരമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് സ്വയം ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയമാണ്. ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിച്ചു എന്ന് വരാം. വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് യാത്രകളാകാം, അത് വിദേശത്തേക്കുള്ള യാത്രകളാകാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ കഷ്ടതകൾ അത് അല്പം കൂടുതലാണ് എന്ന് പറയാം. കാരണം ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോദുഃഖം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു, വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്നല്ല പറയുന്നത്. അതിൽ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുക തന്നെ ചെയ്യും. അഥവാ ചില വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രതിസന്ധികൾ വഴി മാറുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുവാൻ സാധിക്കുന്നതായ ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. വിജയങ്ങൾ നേടുവാൻ സാധിക്കും. നേട്ടങ്ങളോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഏതൊരു കാര്യം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ് എങ്കിലും അതിൽ അഹങ്കരിക്കുകയോ മതിമറന്ന് സന്തോഷിക്കുവാനോ പാടുള്ളതല്ല. ഈശ്വരൻ നൽകുന്നതായ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തിരിച്ചടികൾ, ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങളോടൊപ്പം അടുത്ത് നിൽക്കുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളാകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ചില കാര്യങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. പ്രതിസന്ധികൾ പെട്ടെന്ന് ഒഴിയും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ കാലതാമസം നേരിട്ടു എന്ന് വരാം. ഒരിക്കലും മനസ്സ് മടുക്കുവാൻ പാടുള്ളതല്ല.
സന്തോഷകരമായ കുടുംബജീവിതം, സന്തോഷകരമായ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ സഹായത്താലാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന ചിന്താഗതി ഒരിക്കലും നിങ്ങൾക്ക് പാടുള്ളതല്ല. ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദീർഘനാളായുള്ള ചില ആഗ്രഹങ്ങൾ, ചില ആവശ്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാകുന്നു. എന്നാൽ ചില ചിന്താഗതികൾ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ചില കാര്യങ്ങൾ നടക്കില്ല, എനിക്കത് സാധിക്കില്ല എന്ന ചിന്താഗതി നിങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കുക. എനിക്കത് സാധിക്കും എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക.